സത്യം പറയാല്ല, ഞാൻ നടന്ന് തളർന്നു. അയ്യോ, ഒടുക്കലത്തെ ചൂട്. ഗായ്സ്, അത് രാവിലെ തന്നെ എനിക്ക് ബാങ്കിൽ പോകണം. ബാങ്കിൽ പോകാൻ വേണ്ടി ഞാൻ നേരെ ബസ്സിൽ കയറി നേരെ ടിക്കറ്റ് എടുത്തു. അങ്ങനെ ബാങ്കിൽ കയറി, ബാങ്കിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ ഒരു ഫിഷ് മാർക്കറ്റിൽ കയറി ഒരു ഫിഷൊക്കെ വാങ്ങിച്ചു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഒറ്റ നടത്തം. അപ്പോൾ എൻ്റെ കൂടെ വന്ന പുള്ളിക്കാരൻ പറഞ്ഞു, നമുക്ക് ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ ഉണ്ട് നടന്നു പോകാൻ റൂമിലേക്ക്, അപ്പോൾ നമുക്ക് ഇവിടുന്ന് നടന്ന് പോകാമെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് പണ്ടേ ചലഞ്ച് എടുക്കാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, ചലഞ്ച് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. നേരെ അങ്ങ് നടന്നു, അതും നല്ല കൊടും ചൂടിൽ. പണ്ടാരം നടന്നിട്ടും തീരുന്നില്ല. ഇവിടെയാണെങ്കിൽ കുറേ പ്രാവൊക്കെ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ പാറി നടക്കുകയാണ്. പിന്നെ ഞാൻ അങ്ങ് നടന്നു, ഒന്നും നോക്കിയില്ല. ഈ കാണുന്നത് ഇവിടുത്തെ രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ മതിൽക്കെട്ടുകളാണ്. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, രാജാവിനെ പോലെ അങ്ങ് നടന്നു. നമ്മളിങ്ങനെ ലൈഫിൽ ഇങ്ങനെ പതറി നിൽക്കുമ്പോൾ ഇതിനൊക്കെയുള്ള ചലഞ്ചൊക്കെ എടുത്താലേ നമുക്ക് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ചൂടായ ശരീരത്തെ ഒന്ന് തണുപ്പിക്കാമെന്നും പറഞ്ഞ് വഴിക്കേണ്ട മാളിലങ്ങോട്ട് കയറി കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു. പിന്നെ അങ്ങോട്ട് ഇറങ്ങി അങ്ങ് നടന്നു. മാളിലെ കാഴ്ചകളൊക്കെ കണ്ടു, നല്ല രസമുണ്ട്. മാളാണെങ്കിൽ നല്ല തണുത്ത് വിറച്ചിരിക്കുന്നു. അങ്ങനെ ഞാൻ തണുപ്പത്തുനിന്ന് നേരെ പുറത്തിറങ്ങിയപ്പോൾ കുറേ ബോട്ടുകൾ അവിടെ പാർക്ക് ചെയ്തിട്ടായിരിക്കുന്നു. വെള്ളത്തിൽ കിടക്കേണ്ട സാധനം കരയിൽ കിടക്കുന്നു. അങ്ങനെ നടന്നു ഏകദേശം ഞാൻ നടന്ന് റൂമെത്താറായി. പിന്നെ അങ്ങനെ ഫിഷ് കറി ഉണ്ടാക്കാൻ വേണ്ടി പുള്ളി എൻ്റെ ഫിഷ് വന്നിട്ട് നേരെ മാർക്കറ്റിൽ പോയി ഫിഷ് കറിക്കുള്ള വെജിറ്റബിൾ വാങ്ങാൻ പോയി. അങ്ങനെ ഞാൻ ഏകദേശം നടന്ന് റൂം എത്തിയിട്ടുണ്ട്. റൂമിലെത്തി. പിന്നെ എന്താണോ എന്തോ എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്, അതുകൊണ്ട് എൻ്റെ അടുത്തൊരു മീൻ കറി വെക്കാൻ പറഞ്ഞു. ഞാൻ അതുകൊണ്ട് ഒന്നും നോക്കിയില്ല, നേരെ അങ്ങനെ ഞാൻ കോട്ടയം ഫിഷ് കറി ഉണ്ടാക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങ് അവസാനിപ്പിച്ചു. അപ്പോൾ ഓക്കെ, ബൈ.